വണക്കം മക്കളെ. അപ്പം ഒരു കല്യാണത്തിന് മിന്നെ അങ്ങോട്ട് കരുതി യൂണിസ് അത് ഫുള്ള് ഫ്രീക്കിലെത്തിക്കണം. മാറ്റിയിറങ്ങിയ പിന്നെ ഓനോ ദുഃഖത്തെ ലുക്കാട്ടോ. പിന്നെ ഉണ്ണി ഫസ്റ്റ് തന്നെ പോയിക്കണേ, ചോറിന്റെ ചൂടാറുമാറാണ്. പിന്നെ സാപ്പി സുമ്പനും മിന്നി. പിന്നെ ഞങ്ങൾ മൂസാനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് മിന്നി. വൈക്കൊന്ന് അനൂപേട്ടനെ എടുത്തിട്ടില്ല. അനൂപേട്ടനെ എടുക്കാൻ വേണ്ടിയാണ് ഒരാളങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങൾ ബുള്ളറ്റും ഒരേ റൈഡ്, ഒടുക്കത്തെ റൈഡ്, നീലാകാശം പച്ചക്കടൽ ഇറങ്ങാണ്ട് അവിടെ പോയി കണ്ട് കല്യാണത്തിൽ പോയപ്പോൾ പള്ളിപ്പുറത്തെ മെയിൻ ഫ്രീക്കന്മാർ ഇവലെ ബഹുമാനിച്ചില്ല, ഇവര് തൊളടും. ശനിയാഴ്ചക്കല്ലേ ടർഫ് സെറ്റാക്കി പറഞ്ഞു ഉണ്ണിനോട്. അങ്ങനെ ഉള്ളിക്കാൻ കയറി. ഫസ്റ്റ് തന്നെ ഡ്രിങ്ക് അങ്ങോട്ട് കുടിച്ചു. ചായ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാം ഇങ്ങനെ കറങ്ങി പോണ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഫുഡിന് ടൈമായി. ഫുഡിൻ്റെ ആൾക്ക് പോയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരോടും അങ്ങോട്ട് കുശലം അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ മൂന്നാൾക്ക് ഒരു ആഭ്യന്തര ചർച്ചയില്ല. ഞങ്ങൾ ചർച്ച കഴിയുമ്പോൾ ചോറിന് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്ന ടൈം ആയപ്പോൾ ഇവൽ തന്നെ കയറി ഇരുന്നിക്കണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ആൾക്കാരെ വെയിറ്റ് ചെയ്ത് കണ്ട് ഇല്ല കിട്ടിയ സീറ്റിൽ ഞാനും ടീംസ് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇരുന്ന് ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. സട്ടൊക്കെ ഒന്ന് പണ്ടത്തെ പോലെ കഴിക്കാൻ വയ്യ. സാപ്പിയാണെങ്കിൽ എന്തോ ഫോൺ വിളിച്ചിട്ട് തിരക്കില്ല. അപ്പത്തിന് പള്ളിപ്പുറത്തെ 3 ഫ്രീക്കന്മാരെത്തിക്കണ്. പള്ളിപ്പുറത്തെ മെയിൻ ആൾക്കാർ. ഇത് സാമിൽ കേട്ടോ, പള്ളിപ്പുറത്തെ ഏറ്റവും ചൊറുക്കില്ല ആളാണ്. ചോറ് വയ്ക്കും വരെ ചൊറുക്കിൽ വയ്ക്കുന്ന ആളാണ്. അപ്പുറത്ത് അനുപേട്ടുണ്ട്. അനുപേട്ടൻ പിന്നെ ഡയറ്റിലാണ്. ഇത് നമ്മൾ സ്വന്തം മിക്ക. ഏത് മീൻ എങ്ങനെ ആണെങ്കിലും കുടിച്ചിരും. അജാതി മീൻ പിടുത്തക്കാരനാണ് ഓന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും പോയി കയ്യേക്കാൻ നോക്കിയതാ. കയ്യേക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞാണ് നമ്മളെ കളിക്കളത്തിൽ ഓൾറൗണ്ടർ. എത്ര റൺസ് ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് അടിച്ചെടുക്കും പറയും, പക്ഷെ എടുക്കൂല. ഇക്കാക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ടീ ഉണ്ടായിരുന്നു. ഇക്കാനോട് കുടിച്ചാണോ പറയുന്ന മുമ്പ് ഓൻ കുടിച്ചിക്കണ്. എഞ്ചിനീയർമാരോട് ചർച്ചയിലാണ്, എന്തോ വലിയ ചർച്ചയില്ല. കറുപ്പിട്ട ചങ്ങായി എഞ്ചിനീയർ ആട്ടോ. ഞങ്ങളും കുറച്ചു നേരം കുശലം പറഞ്ഞു. നമ്മളെ കൊച്ചു സബ്സ്ക്രൈബർ എന്നാണ് നമ്മൾ കയ്യിനൊരു കുത്താൻ തന്നു. ബൈ ബൈ പറഞ്ഞാൽ ഞങ്ങളോട് പോവാട്ടെ പറഞ്ഞാണ്ട് ഓൻ പോയിട്ടോ. ഓൻ പോയപ്പോൾ നമുക്ക് സങ്കടം. നമ്മൾ കളിച്ചിരിക്കായിരുന്നു. കല്യാണത്തിന് വന്നു, ഫുഡ് അയച്ചു. അവിടുന്ന് മിന്നിയപ്പോൾ സാമിലിന് അത് സ്ലോ മോഷൻ എടുക്കണം പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്ലോ മോഷൻ എടുത്തു. അപ്പോൾ ഇനിയും സന്ദീപും വരെ വണക്കം ആൻഡ് ബൈ ബൈ.